വഴിയറിയാതെ അലയുന്ന ഒരു മനുഷ്യൻ വഴി തിരക്കി കണ്ടെത്തുന്നത് പോലെ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രകളിൽ നമ്മുടെ വഴികൾ അവ്യക്തമാണെങ്കിൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ കേൾക്കും. അതെ, ഒരു ദൈവിക നിർദ്ദേശം, ഒരു ദൈവികമാകുന്ന ആലോചന, ഒരു ദൈവികമാകുന്ന നിയന്ത്രണം ഒരുവനെ നയിക്കണം. കാരണം മനുഷ്യനെന്ന നിലയിൽ പലപ്പോഴും നമുക്ക് മുൻപിൻ വിഷയങ്ങളെക്കുറിച്ച് ഗ്രഹിക്കേണ്ടും വണ്ണം ഗ്രഹിക്കുവാനും അറിയേണ്ടും വണ്ണം അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയാത്ത അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീൻ എന്നുള്ള ഒരു ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മളുടെ ചെവി കൂർപ്പിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതെ, പിന്നെയും സങ്കീർത്തനക്കാരൻ പറയുകയാണ്: എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. 16-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം. അതെ, ബുദ്ധി ഉപദേശിച്ച് തന്ന യഹോവ, ബുദ്ധി ഉപദേശിച്ച് വഴി നടത്തുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപദേശിച്ച് തരുന്ന വഴികൾ നാം തിരിച്ചറിയണം. ദൈവവചനം ഇങ്ങനെ പറയുന്നു: വഴി അറിയാത്തവനെ ഉപദേശിച്ച് നടത്തുവാൻ നാം തയ്യാറാകണം. ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന പ്രതിസന്ധികളും വ്യാകുലതകളും തിരിച്ചറിയുവാൻ കഴിയാതെ വഴി തപ്പിപ്പോകുന്ന ഒരു മനുഷ്യനെ പോലെ നിരാശപ്പെടുന്നവരായി, വ്യാകുലപ്പെടുന്നവരായി, വഴിയടഞ്ഞവരായി നാം ജീവിതത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ അറിയുന്ന ഒരു സർവശക്തനുണ്ടെന്നും ആ സർവശക്തൻ്റെ നടത്തിപ്പും നിയന്ത്രണവും വ്യക്തവും ദൃഢവുമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവാലോചനയ്ക്കായി നാം ഒരുങ്ങി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുവീനെന്നുള്ള ഒരു ദൈവശബ്ദം നമുക്ക് കേൾക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.